ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററിയിലെ 11ാമത്തെ തീമായിട്ടുള്ള കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യം എന്നുള്ള പാഠഭാഗത്തിൻ്റെ ഏറ്റവും ഷുവറായിട്ടുള്ള ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാച്ച് ഫോളോയിങ്സും അതുപോലെ തന്നെ മാപ്പ് ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ 1857 കലാപത്തെക്കുറിച്ചാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. 1857 മെയ് 10 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 റിവോൾട്ട് ആരംഭിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരാണ് ശിപ്പായിമാർ എന്നറിയപ്പെടുന്നത്. ഈ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു ഈ കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 1857 കലാപമാണെങ്കിൽ കലാപകാരികൾ വിവരങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. ആദ്യമായിട്ട് ഒരു സംഘടിതമായിട്ടുള്ള ഒരു സായുധ വിപ്ലവമായിരുന്നു 1857 കലാപം. അതിന് മുമ്പൊക്കെ ഒറ്റപ്പെട്ട റിവോൾട്ട് ഓരോ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കാറുണ്ടെങ്കിലും സംഘടിതമായിട്ടുള്ള സായുധ കലാപം 1857 നടക്കുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീടുകൾ ആക്രമിക്കുക, കൊള്ളയടിക്കുക, സർക്കാർ സ്ഥാപനങ്ങൾ തകർക്കുക, അതുപോലെ തന്നെ പ്രമാണങ്ങളും രേഖകളും കത്തിക്കുക, ട്രഷറികളും ജയിലുകളും ആക്രമിക്കുക, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരെ ആക്രമിക്കുക, റെയിൽവേ ലൈനുകൾ, അതുപോലെ തന്നെ വാർത്താവിനിമയ സൗകര്യം എന്നിവ തകർക്കുക, മണി ലെൻഡേഴ്സിനെ ഇടപാടുകാരെ ആക്രമിക്കുക. ഇത്തരത്തിൽ മൊത്തത്തിലുള്ള ഒരു സായുധ സന്നാഹ വിപ്ലവമായിരുന്നു 1857 നടന്നിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയപ്പെടുന്ന 1857 റിവോൾട്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീട് ആക്രമിക്കുക, തങ്ങളുടെയൊക്കെ ദുരിതങ്ങൾക്ക് കാരണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുക, കൊള്ളയെടുക്കുക, സർക്കാർ സ്ഥാപനങ്ങൾ, ജനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ തകർക്കുക, അതുപോലെ തന്നെ ഭൂ ഉടമസ്ഥതയിലും പേരിലുള്ള പ്രമാണങ്ങൾ, ഭൂരേഖകൾ, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ജമീന്ദാർമാരുടെ കയ്യിലുണ്ടാവും. അതൊക്കെ പിടിച്ചെടുത്ത് കത്തിക്കുക. അതുപോലെ തന്നെ ട്രഷറി, വേണ്ട പണത്തിന് വേണ്ടിയിട്ട് ട്രഷറി കൊള്ളയെടുക്കുക, അതുപോലെ തന്നെ ജയിലുകൾ ആക്രമിക്കുക, തടവുകാരെ മോചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സന്നാഹങ്ങൾ, ബ്രിട്ടീഷ് ഫോഴ്സിന് കലാപ പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെയിൽ നെറ്റ്വർക്കുകൾ തകർക്കുക, അതുപോലെ തന്നെ വാർത്താവിനിമയ സൗകര്യം എന്നിവ തകർക്കുക, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ പട്ടാള വിന്യാസത്തെ തകർക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കലാപം 1857 നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്ക് 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കലാപത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ കേന്ദ്രങ്ങളുമായിട്ടുള്ളതാണ്. ഇത് മാച്ച് ഫോളോയിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കലാപത്തിൻ്റെ നേതാക്കന്മാർ, ലീഡേഴ്സ്, അവർ ഏത് ഭാഗത്താണ് അവർ നേതൃത്വം നൽകിയിട്ടുള്ളത്? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലായിരുന്നു, നാനാ സാഹിബ് കാൺപൂരിലായിരുന്നു, റാണി ലക്ഷ്മിബായി ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ഝാൻസിയിലായിരുന്നു, കൻവാർ സിംഗ് ഹാരയിലായിരുന്നു, ബീഗം ഹസ്രത് മഹൽ ലക്നൗവിലായിരുന്നു, നവാബ് വാജിദ് അലി ഷാ ഔദിലായിരുന്നു, ഷാമൽ ബറൌട്ട് യുപിയിലെ ബറൌട്ടിലായിരുന്നു, ഗോനു സിംഗ് ഭൂമിയിലായിരുന്നു നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങൾ, 1857 റിവോൾട്ടിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ചോദ്യം വരാൻ പറ്റും. അപ്പോൾ അതിന് പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എക്കണോമിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ് ഉണ്ട്, പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊള്ളയടിക്കുന്ന നേരം, ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് റിവോൾട്ട് നടത്തിയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള കർഷകരും ആദിവാസികളുമാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള സമരത്തിന് ബാക്കിയുള്ള ജനങ്ങളുടെയും പിന്തുണ വരികയാണ്. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള 1850കളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഡോക്ട്രിൻ ഓഫ് ലാപ്സിൻ എന്ന് പറയുന്ന ദത്താവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ സബ്സിഡിയറി അലയൻസ്,
സൈനിക സഹായ വ്യവസ്ഥ ഇതുമൂലം നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ രാജ്യങ്ങൾ നഷ്ടപ്പെടുന്നത്, അതാണ് പൊളിറ്റിക്കലായിട്ടുള്ള റീസൺ ആയിട്ട് വരുന്നത്. ദെൻ ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഭ്യൂഹങ്ങളും കിംവദന്തികളും. 1857 കലാപത്തിന് അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള ഇന്ത്യൻ സിപ്പാഹിമാർക്ക് നൽകിയിട്ടുള്ള പുതിയ എൻഫീൽഡ് റൈഫിളിൽ തിരകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന കിംവദന്തി കലാപത്തിന് ആസന്ന കാരണം ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയ ആവരണമുള്ള തിരകൾ ഉപയോഗിക്കുമ്പോൾ തങ്ങളുടെ മതവും ജാതിയും അപകടത്തിൽപ്പെടുമെന്ന് ഭയപ്പെട്ടു. അതായത് ഇന്ത്യൻ സിപ്പാഹിമാർ എന്ന് പറയുമ്പോൾ മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുസും ഉണ്ട്. അപ്പോൾ പന്നി നിഷിദ്ധമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നിഷിദ്ധവും പശു എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പുണ്യമൃഗവുമാണ്. അപ്പോൾ ഇവരുടെ മതവും ജാതിയും അപകടത്തിലാക്കുമെന്ന് അവർ ഭയപ്പെട്ടതിനെ തുടർന്ന് അവർ അത് ഉപയോഗിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച് ഇതിനെ നിർബന്ധിച്ചാണ് മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിക്കുന്നു. അത് എതിർത്ത് കണ്ട് മംഗൾ പാണ്ഡെ തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുന്നു. ദെൻ അതിനെതിരെയായിട്ടാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. ഇന്ത്യൻ പട്ടാളക്കാർക്ക് നൽകുന്ന ധാന്യപ്പൊടിയിലെ മറ്റൊരു അഭ്യൂഹമാണ് പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടികൾ ചേർക്കുന്നു എന്നൊരു മറ്റൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള അഭ്യൂഹം പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പ്ലാസി യുദ്ധത്തിൻ്റെ 100-ാം വാർഷികം. പ്ലാസി യുദ്ധം നമുക്കറിയാം 1757 പ്ലാസി യുദ്ധം. ഇതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അപ്പോൾ ഇതിൻ്റെ 100-ാം വർഷത്തിൽ ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അന്ത്യം കുറിക്കുമെന്നുണ്ടായിട്ടുള്ള പ്രവചനമുണ്ട്. ഇതൊക്കെ ഒരു ഫോഴ്സ് ആയിട്ടുള്ള. ദെൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. 1857 ഔധിലെ കലാപമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഔധ് എന്നറിയപ്പെടുന്നത്. ദെൻ ലോർഡ് ഡൽഹൌസി ഔധിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് എന്നായാലും നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പയും അത്രക്കും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഔധ് എന്നറിയപ്പെടുന്നത്. സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ്, സബ്സിഡിയറി അലയൻസിലൂടെയാണ് ഡൽഹൌസി ഔധ് എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചെടുക്കിയിട്ടുള്ളത്. ഔധിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരുത്തിക്ക് അനുയോജ്യമായിട്ടുള്ള ബ്ലാക്ക് സോയിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു ഔധ് എന്നുള്ളത്. നവാബ് ആദിൽ അലി ഷായുടെ ദുർഭരണം എന്ന കുറ്റം ചുമത്തി സ്ഥാനഭ്രഷ്ടനാക്കി. കൂടെ ധാരാളം താലൂക്ക് ഭവൻ അതുപോലെ തന്നെ താലൂക്ക് ഉദ്യോഗസ്ഥന്മാരും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. കൂടാതെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞർ, നർത്തകർ, കവികൾ, കൈത്തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ്. ശിപ്പായിമാർക്കുണ്ടായിരുന്ന ആവലാതികൾ. ഓക്കെ, ശിപ്പായിമാർക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ പ്രൊമോഷൻ, ലീവ് എന്നീ കാര്യങ്ങൾ വിവേചനം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് നിർബന്ധപൂർവമായിട്ടുള്ള സൈനിക സേവനം ഉണ്ടായിരുന്നു. അത് കടൽ കടന്നുള്ള യാത്ര ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ടാബൂസ് ആയിരുന്നു. അതായത് മതനിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സമുദ്രം കടന്നാൽ അവരുടെ ജാതിയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ നിർബന്ധിച്ച് എന്ത് ചെയ്തു, അന്യരാജ്യങ്ങളിൽ സൈനിക സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യൻ പട്ടാളക്കാരോട് വിവേചനപൂർവ്വം അവജ്ഞയോടും കൂടി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇതിലുള്ളത്. ഇതിന് കലാപത്തിൻ്റെ ചിത്രീകരണമാണ്. അപ്പോൾ ഇത് നോക്കി വെക്കുക. കലാപത്തിൻ്റെ ചിത്രം ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും ഒന്ന് വായിച്ചിട്ട് പോകാം.